വെൽക്കം ടു ബിയാസ് കിച്ചൻ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ടേസ്റ്റി ഡ്രിങ്ക് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കിട്ടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വിശപ്പും ദാഹവും ഒരുപോലെ ഇല്ലാതാക്കുന്ന ഈ വ്യത്യസ്തമായ രുചികരമായ ഡ്രിങ്ക് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തിയും ഈസിയുമായ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 5 കദളിപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ പഴം കദളിപ്പഴം തന്നെയാണ്. നേരിയ പുളിയോട് കൂട്ടിയിട്ടായിരിക്കണം നമ്മത് റെഡിയാക്കി എടുക്കുന്നത്. പൂവമ്പഴമൊന്നും ഇതിന് യോജിക്കുന്നതല്ല. അതുകൊണ്ട് പരമാവധി കദളിപ്പഴം തന്നെ മേടിക്കാൻ നോക്കുക. പാല് 400 ml, സേമിയ 3/4 കപ്പ്, വറുത്ത കപ്പലണ്ടി 3/4 കപ്പ്, കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സേമിയ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന 400 ml മിൽക്ക് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 100 ml വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതുപോലെ തിക്കായിട്ടുള്ള സേമിയാണ് ഏറ്റവും നല്ലത്. തിന്നായിട്ടുള്ള സേമിയ അത്ര ടേസ്റ്റ് തോന്നില്ല. ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷുഗർ ചേർക്കുന്നവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിക്കണമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സേമിയ നല്ലപോലെ വേവിച്ചെടുക്കണം. കനം കുറഞ്ഞ സേമിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. ഇത്തിരി കട്ടി കൂടിയതുകൊണ്ട് അല്പസമയം എടുക്കും കുക്കായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തിക്കാവുമ്പോഴാണ് ഞാൻ ഇത് ഓഫ് ചെയ്യുന്നത്. നമ്മുടെ കൺസിസ്റ്റൻസി ഒന്നും തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഇതിലോട്ട് സേമിയ ഉപയോഗിക്കുമ്പോൾ ഫ്രൈ ചെയ്യാതെ തന്നെ ഉപയോഗിക്കണം. നമുക്കൊരു വൈറ്റ്നെസ് സേമിയക്ക് കിട്ടാനായിട്ട് പാലിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇത് നല്ലപോലെ തിളച്ച് ഒരുവിധം തിക്കാവുമ്പോഴാണ് സേമിയയുടെ കളർ മാറിക്കിട്ടുന്നത്. നമുക്ക് സേമിയ റെഡിയായി കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. നാട്ടിലെ ചൂടുള്ള കാലാവസ്ഥയിലേക്ക് ഇത് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ്. വിശപ്പും ദാഹവും ഒരുപോലെ ഇല്ലാതാക്കുന്ന ഒരു ഡ്രിങ്കാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റാണ്. ഏകദേശം ആയി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലാണ് ആവശ്യം. ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയായിക്കോളും. ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇത് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് ഒരു 10 മിനിറ്റ് വെച്ച് തണുത്തതിന് ശേഷമാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഴം റെഡിയാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 5 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൽ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 2 ഗ്ലാസ്സിനുള്ളതാണ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പഴം നമുക്കൊന്ന് അടിച്ചെടുക്കാം.
ഒരുപാട് ജ്യൂസാക്കി അടിച്ചെടുക്കരുത്, ചെറുതായിട്ട് തന്നെ കടിച്ച് തിന്നുന്ന ഫീലിലാണ് ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ പഴം അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ജ്യൂസാക്കി അടിച്ചെടുക്കരുത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പഴത്തിൻ്റെ പീസുകളുള്ള രീതിയിൽ വേണം ഇന്ന് അടിച്ചെടുക്കാനായിട്ട്. അധികം ടൈം ജ്യൂസ് അടിച്ചെടുക്കരുത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. സേമിയ ഇപ്പോൾ നല്ല കറക്റ്റിൽ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ്. ഫ്രിഡ്ജിൽ താഴെ വെച്ചാണ് തണുപ്പിച്ചെടുത്തത്, ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഇതിലേക്ക് പഴം റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കണം. ഇനി അതിന് മുകളിലേക്ക് സേമിയ സെറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്കൊരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് പഴം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ സേമിയ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ലെയറായിട്ട് ചെയ്യണം. ഇതിൻ്റെ മുകളിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ലെയറായിട്ട് ചെയ്ത് കൊടുക്കണം. ഏറ്റവും മുകളിലുള്ള ലെയറിൽ സേമിയ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് സേമിയ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്.